അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു പുതിയ വർഷത്തിലേക്ക്, ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജറ വർഷം 1446 മുഹറം മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. പവിത്രമായ ഒരു മാസത്തിൽ നിന്ന് പവിത്രമായ മറ്റൊരു മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. ദുൽഹിജ്ജ എന്ന പവിത്രമായ മാസത്തിൽ നിന്ന് മുഹറം എന്ന പവിത്രമായ മറ്റൊരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിക കലണ്ടർ പ്രകാരം വർഷം അവസാനിക്കുന്നതും പുതുവർഷം തുടങ്ങുന്നതും പവിത്രമായ മാസങ്ങൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ല പറഞ്ഞു, ഇന്നല്ലാഹ ഇഫ്തഹസ്സന ബിശഹ്രിൻ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഒരു മാസം കൊണ്ടാണ് വർഷം ആരംഭിച്ചിട്ടുള്ളത്. വഖ്തതമഹ ബിശഹ്രിൻ ഹറാം. അതുപോലെ തന്നെ പവിത്രമായ ഒരു മാസം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷം അവസാനിപ്പിച്ചിട്ടുള്ളതും. ഇവിടെ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്നതായ, നമ്മൾ ആലോചിക്കേണ്ടുന്നതായ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ദിവസം കൂടി അധികം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഏടുകളിൽ നിന്ന് 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷമെല്ലാം കടന്നു പോകുമ്പോൾ അവൻ ചിന്തിക്കേണ്ടുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി. അല്ലാഹുവേ, നിനക്ക് ഇബാദത്തുകൾ എടുക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ നന്മകൾ അധികരിപ്പിക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിഷയത്തിലെല്ലാം ഈ ഒരു വർഷത്തിൽ എത്രത്തോളം മുന്നേറുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്? ദുനിയാവിന് വേണ്ടി മാത്രമായിരുന്നോ ഈ ഒരു വർഷത്തിലെ എൻ്റെ പ്രയത്നങ്ങൾ? അതല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ ആത്മീയമായി മെച്ചപ്പെടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഖുർആൻ പാരായണങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികരിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ വർഷത്തിൽ പുതുതായി ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരായത്തുകൾ ഹിഫ്ളാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഖുർആൻ്റെ അർത്ഥം പഠിക്കുന്ന വിഷയത്തിൽ ഞാൻ എത്രത്തോളം മുന്നിലേക്ക് പോയിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുന്ന വിഷയത്തിൽ, ആ സുന്നത്തുകൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുന്ന വിഷയത്തിൽ, സ്വതക്കയുടെ വിഷയത്തിൽ, ദിക്റുകളുടെ വിഷയത്തിൽ, ഈ വിഷയങ്ങളിലെല്ലാം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ വിഭവങ്ങൾ കൂടുതലായി ഒരുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അതല്ല, ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം, ദുനിയാവിന് വേണ്ടി മാത്രം ഓടി ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ഈ വർഷം ഞാൻ നശിപ്പിക്കുകയായിരുന്നോ എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ, നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു മഹത്തായ വചനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇർതഹലത്തി ദുനിയ വഹിയ മുദ്ബിറത്തുൻ. ദുനിയാവ് അത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പിറകിലോട്ടാണ് അതിൻ്റെ യാത്ര. അത് പിറകിലോട്ട് നമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർത്തഹലത്തിൽ ആഖിറത്തു വഹിയ മുഖ്ബില. എന്നാൽ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പരലോകമാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും പരലോകത്തേക്കുള്ള ദൈർഘ്യം കുറഞ്ഞു വരികയാണ്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിൻ്റെ മക്കളാവുക. ദുനിയാവിനും മക്കളുണ്ട്, ആഖിറത്തിനും മക്കളുണ്ട്. നിങ്ങൾ ആഖിറത്തിൻ്റെ സന്തതികളാവുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ. നിങ്ങൾ ദുനിയാവിൻ്റെ സന്തതികളാകരുത്. അൽ യൗം അൽ അമൽ. ഇന്നേ ദിവസമെന്ന് പറഞ്ഞാൽ ഇത് അമലിൻ്റെ ദിവസമാണ്. അൽ യൗമ അൽ അമലു. ഈ ദിവസം ഇത് പ്രവർത്തനത്തിൻ്റെ ദിവസമാണ്. ഇവിടെ വിചാരണയില്ല. ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങളെ വിചാരണ ചെയ്ത് അതിന് പ്രതിഫലം നൽകുന്ന ഒരു വേദിയല്ല ഇത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ദിവസമാണ്, പ്രവർത്തനങ്ങളുടെ വേദിയാണ്. വലാ ഹിസാബ. ഇവിടെ വിചാരണയില്ല. എന്നാൽ ഗദൻ, നാളെയോ, അൽ ഹിസാബു, അവിടെ വിചാരണയാണുള്ളത്. വലാ അമൽ, അവിടെ നമുക്ക് പ്രവർത്തനങ്ങളില്ല. മരണാനന്തര ജീവിതത്തിൽ പിന്നീട് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ഹിസാബിൻ്റെയും ജസാഇൻ്റെയും കണക്ക് നോക്കി പ്രതിഫലം നൽകുന്ന ഒരു വേദിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ ചെന്നുകൊണ്ട് പിന്നീട് ഒരു ദിക്റെടുക്കുവാനോ, ഒരു സ്വലാത്ത് ചൊല്ലുവാനോ, ഒരു റക്അത്ത് നമസ്കരിക്കുവാനോ, ഒരു സദഖ നൽകുവാനോ
അല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകൾക്കൊന്നിനും അവിടെ നമുക്ക് അവസരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ഇത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പരലോകത്ത് നമുക്ക് വിജയിക്കുവാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിച്ചാൽ, അവൻ്റെ ജീവിതത്തിൻ്റെ സമയങ്ങളെ നമുക്ക് മൂന്നായിട്ട് ഭാഗിച്ചാൽ, ഒന്ന് കഴിഞ്ഞു പോയ സമയമാണ്, കഴിഞ്ഞു പോയത്, അതിനി ഒരിക്കലും അവന് തിരിച്ചു കിട്ടുകയില്ല. രണ്ടാമത്തത് അവനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസൻറ്റ് കാലഘട്ടമാണ്, ഈ ഒരു മുലാരി ആയ അവൻ വർത്തമാനകാലത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ ഈ ദിവസങ്ങളാണ്. അതിലാണ് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളത്. മൂന്നാമത്തതോ ഇനി വരാനിരിക്കുന്ന അവൻ്റെ ഭാവി കാലഘട്ടമാണ്. അതിൽ നമ്മൾ ഉണ്ടാകുമോ, നാളേക്ക് നമ്മൾ ഉണ്ടാകുമോ, അടുത്ത വർഷത്തേക്ക് നമ്മൾ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് പ്രവർത്തിക്കുവാനുള്ള, നമുക്ക് ലാഭങ്ങൾ വാരിക്കൂട്ടുവാനുള്ള സമയം ഇതാ ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളാണ്, ഈ നിമിഷങ്ങളാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാം, മാ മിൻ യൗമിൻ യൻഷഖു ഫജ്റഹു ഇല്ലാ വയുനാദി. ഓരോ ദിവസവും അതിൻ്റെ പ്രഭാതം പൊട്ടി വിടരുന്നില്ല, അതിൻ്റെ പ്രഭാതം ഉദിക്കുന്നില്ല വിളിച്ചു പറയപ്പെടാതെ. എന്താണ് വിളിച്ചു പറയുന്നത്? യബ്ന ആദം, ഓ ആദമിൻ്റെ പുത്ര, അനയൗമുൻ ജദീദ്, ഞാനിതാ ഒരു പുതിയ ദിവസമാണ്. വ അലാ അമലിക ഷഹീദ്, നിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം സാക്ഷിയുമാണ്. ഇതാ ഒരു പുതിയ ദിവസം വന്നിരിക്കുകയാണ്, നിനക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാം, നാളെ പരലോകത്തേക്ക് ആ പ്രവർത്തനങ്ങളെല്ലാം ഈ ദിവസത്തിൽ സാക്ഷിയാണ്. ഫഗ്തനിംനി, നീ എന്നെ ഉപയോഗപ്പെടുത്തുക. ഫഇന്നീ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ ഇന്ന് പോയാൽ ഇനി ഖിയാമത്ത് നാൾ വരെ ഞാൻ തിരിച്ചു വരികയില്ല എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഏറെ ചിന്തിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മുടെ ജീവിതം നമ്മൾ ആരംഭിക്കുമ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതലായി അറിയുവാനും അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ കൂടുതലായി മുന്നേറുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിച്ച സുന്നത്തുകൾ കൂടുതലായി പ്രാവർത്തികമാക്കുവാനും എന്നിത്യാദിയുള്ള ചില ചിന്തകൾ അല്ലെങ്കിൽ ചില ആലോചനകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ വർഷത്തിൽ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ ഞാൻ ഇത്ര ആയത്തുകൾ ഹിഫ്ളാക്കും, അതുപോലെ തന്നെ ഈ ഒരു ദിവസം ഞാൻ ഇത്ര ആയത്തുകൾ എന്തായാലും പാരായണം ചെയ്യും, ഞാൻ അദ്കാർ സ്വബാഹുകളും അദ്കാർ മസാഹുകളും ഞാൻ നിർബന്ധമായും ഞാൻ ചൊല്ലിയിരിക്കും. ഈ രൂപത്തിൽ നമുക്കൊരു ടൈം ടേബിൾ വെച്ചുകൊണ്ട്, ഒരു നിലാമ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദിവസത്തെ ക്രമീകരിക്കണം. അങ്ങനെയാകുമ്പോൾ ഇനി ഈ വർഷത്തെ ദുൽഹിജ്ജ എത്തുമ്പോഴും ആ ഒരു ടൈം ടേബിൾ നമുക്കതുപോലെ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം കഴിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കുവാനുള്ള വക അവിടെ കണ്ടെത്തുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മുഹറത്തിലേക്കാണല്ലോ നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അവിടെ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹറം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഒരു മാസമാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഖാലിഖ്, അവനാണ് എല്ലാം സൃഷ്ടിക്കുന്നവൻ. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, അല്ലാഹു പറഞ്ഞില്ലേ, ഭൂമിയിലുള്ള മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പാണ് ഇവിടെയുള്ള മുഴുവൻ. നമ്മൾ കാണുന്ന ആകാശം, അതുപോലെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി, ആ ഭൂമിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ, അരുവികൾ, കടലുകൾ, ആ ഭൂമിയിൽ മുളച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങൾ, ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന പേമാരി, അതുപോലെ തന്നെ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ചില വസ്തുക്കളേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പാണ്, ആ സൃഷ്ടിയിൽപ്പെട്ടതാണ് ദിവസങ്ങൾ, അതുപോലെ തന്നെ മാസങ്ങൾ, വർഷങ്ങൾ, അതുപോലെ സ്ഥലങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. അപ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ടായിരിക്കാം, ചില മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ടായിരിക്കാം, ചില സ്ഥലങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ടായിരിക്കാം. എന്നാൽ അതെല്ലാം നമുക്ക് നിശ്ചയിച്ച് തരേണ്ടത് ആരാണ്? അതിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഓരോന്നിൻ്റെയും ശ്രേഷ്ഠതകൾ നമുക്ക് അറിയിച്ചു തരേണ്ടത്. ഇപ്പോൾ റസൂലുകൾ, പ്രവാചകന്മാർ, അവരെ നബിമാരായിട്ടും മുർസലീങ്ങളായിട്ടും നമുക്ക് തരംതിരിക്കാം. അതിൽ തന്നെ ശ്രേഷ്ഠരായവരാണ് മുർസലീങ്ങൾ, റസൂലുകൾ. ആ റസൂലുകൾ സാധാരണയുള്ള മനുഷ്യരെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്തവരാണ്.
എന്നാൽ ആ റസൂലുകളിൽ തന്നെ വ്യത്യസ്ത ദർജയിലുള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയ തിൽക റുസുലു ഫദ്ദൽനാ ബഅലഹും അലാ ബഅൽ. ആ റസൂലുകൾ അവരിൽ ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. മിൻഹും മൻ കല്ലമല്ലാഹ്, അവരിൽ ചിലർ അള്ളാഹുവിനോട് സംസാരിച്ചവരാണ്. വറഫഅ ബഅലഹും ദറജാത്ത്, അവരിൽ ചിലരുടെ ദറജ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ റസൂലുകളും ഒരേപോലെയല്ല, എല്ലാ റസൂലുകൾക്കും അവരുടേതായ മഹത്വങ്ങളുണ്ട്. എന്നാൽ അവരിൽ തന്നെ ചിലരേക്കാൾ ശ്രേഷ്ഠരാണ്. അതുപോലെ തന്നെ നാടുകൾ, എല്ലാ നാടുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. എന്നാൽ ചില നാടുകൾക്ക് ചില നാടുകളേക്കാൾ ശ്രേഷ്ഠമുള്ളതായി കാണാം. പൊതുവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അഥവാ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് അവൻ്റെ പള്ളികളാണ്. വ അബ്ഗലുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ അത് അങ്ങാടികളുമാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ആ നാടുകളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ട, അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത നാടാണ് മക്ക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അബ്ദുല്ലാഹിബ്നു അദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഖിഫൻ അലൽ ഹസ്വറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയിൽ ഹസ്വറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ റസൂലുള്ളാഹി നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ചെന്നു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാ. അള്ളാഹുവാണ് സത്യം, മക്ക തീർച്ചയായും നീ അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ സ്ഥലമാണ്. വ അഹബ്ബു അർളില്ലാഹി ഇലല്ലാ. അള്ളാഹുവിൻ്റെ ഭൂമികളിൽ, നാടുകളിൽ, സ്ഥലങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും നീയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില സമയങ്ങളേക്കാൾ ശ്രേഷ്ഠത നൽകി. ലൈലത്തുൽ ഖദ്റിന് മറ്റുള്ള ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള, രാത്രിയുടെ 1/3 പിന്നിട്ട് അവസാന സമയത്തുള്ള രാത്രിയുടെ അവസാന ഭാഗത്തിൽ അത് എന്താണ്, അവിടെ പ്രത്യേക ശ്രേഷ്ഠതയുള്ളതായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ചില മാസങ്ങൾക്കും ഇതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 12 എണ്ണമാണ്. ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തിയത് എന്താണ്, മാസങ്ങൾ 12 എന്നുള്ളതാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമായതാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാകുന്നു ചൊവ്വായ മതമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ മാസങ്ങൾ 12 എന്നും അതിൽ 4 എണ്ണം പ്രത്യേകം പവിത്രതയുള്ളതാണ് എന്നും സൂറത്ത് തൗബയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇനി ആ 4 എണ്ണം ഏതാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ഇന്ന സമാന ഖദ് ഇസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ മാസങ്ങൾ എങ്ങനെയാണോ ആ രൂപത്തിലേക്ക് കാലം അതിതാ അങ്ങനെ കറങ്ങി ആ രൂപത്തിലേക്ക് കാലം എത്തിയിരിക്കുന്നു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? നമുക്കത് വിശദീകരിക്കാം. റസൂലുള്ളാഹി അതിൻ്റെ ശേഷം പറയുന്നു, അസ്സനത്തു 12 ശഹ്റ. വർഷം എന്ന് പറഞ്ഞാൽ അതിൽ 12 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമായതുമാണ്. സലാസുൻ മുതവാലിയാത്ത്, അതിൽ 3 എണ്ണം തുടരെയായി വരുന്നതാണ്. ദുൽ ഖഅദ വദുൽ ഹിജ്ജ വൽ മുഹറം. എന്നിട്ട് 4-മതോ വറജബു മുളറല്ലദീ ബൈന ജുമാദ വ ശഅബാൻ. 4-മത്തത് റജബ് മാസമാണ്. അത് ജുമാദയിലും ശഅബിലും വരുന്ന, അതിൻ്റെ ഇടയിൽ വരുന്ന, ജുമാദയുടെയും ശഅബാൻ്റെയും ഇടയിൽ വരുന്ന മുളറുകാരുടെ റജബാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ആ 4 പവിത്രമായ മാസങ്ങൾ ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? അറഫ ദിവസത്തിൻ്റെ അന്ന് ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാലം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ, ആ സൃഷ്ടിച്ച അന്ന് അതെങ്ങനെയാണോ അതേ രൂപത്തിലേക്ക് ഇന്നത് കറങ്ങി വന്നിരിക്കുന്നു. അഥവാ അറബികൾ
ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ ഒരു സമ്പ്രദായത്തിൽപ്പെട്ടതായിരുന്നു, അവർക്കിഷ്ടമുള്ള രൂപത്തിൽ അവർ മാസങ്ങളെ മാറ്റുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ദുൽഖഅദ കഴിഞ്ഞാൽ ദുൽഹിജ്ജയാണ്, അത് കഴിഞ്ഞാൽ മുഹറമാണ്. അപ്പോൾ ദുൽഹിജ്ജ അത് പവിത്രമായ മാസമാണ്. പവിത്രമായ മാസമായതിനാൽ അതിലെന്ത് പാടില്ല? യുദ്ധം പാടില്ല, അതിൽ പരസ്പരമുള്ള അക്രമങ്ങൾ പാടില്ല, ആ രൂപത്തിലുള്ള തെറ്റുകളിലേക്കൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അറബികൾ അവർക്ക് യുദ്ധം ചെയ്യണമെന്ന് തോന്നിയാൽ അവരെന്ത് ചെയ്യും? ദുൽഖഅദ കഴിഞ്ഞാൽ ഈ മാസം സഫറാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഈ മാസം ഷഅബാനാണ്, ഈ മാസം റബീഉൽ അവ്വലാണ് എന്ന് അവരെന്ത് ചെയ്യും? അവർ മീറ്റിംഗ് കൂടി അവർ തീരുമാനിക്കുമായിരുന്നു. അങ്ങനെ അവർ മാസങ്ങളെ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവർ മാറ്റുമായിരുന്നു. ഇനി ചിലപ്പോൾ മുഹറമാണ് വരാനുള്ളത്, പക്ഷേ അവർ പറയും ഈ മാസം റബീഉൽ അവ്വലാണ്. ഇനി സഫറാണ് വരാനുള്ളത്, പക്ഷേ ചിലപ്പോൾ അവർ പറയും ഇത് പവിത്രമായ ദുൽഖഅദാണ്, അതുകൊണ്ട് ഇതിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ഈ രൂപത്തിൽ അവർക്ക് തോന്നിയ രൂപത്തിൽ അവർ മീറ്റിംഗ് കൂടി അവരെന്ത് ചെയ്യുമായിരുന്നു? മാസങ്ങളെ അവർ മാറ്റുമായിരുന്നു. എന്നാൽ ഇത് പിന്നീട് ഇങ്ങനെ കറങ്ങി യഥാർത്ഥ രൂപത്തിൽ വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആ ഒരു രൂപം എങ്ങനെയാണോ ആ ഒരു രൂപത്തിലേക്ക് കാലം വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന് പുറപ്പെട്ട ഹിജ്റ 10-ലായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് കാണാം. ഇനി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 പവിത്രമാണ് എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഫലാ തളിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങളോട് തന്നെ ആ മാസങ്ങളിൽ അക്രമം ചെയ്യരുത്, ളുൽമ ചെയ്യരുത്. അപ്പോൾ പരസ്പരമുള്ള അക്രമങ്ങൾ, പരസ്പരമുള്ള കൊലപാതകങ്ങൾ, പരസ്പരമുള്ള യുദ്ധങ്ങൾ, അതൊന്നും ഈ മാസത്തിൽ ഒരു മാസത്തിലും പാടുകയില്ല. ഈ മാസത്തിൽ പ്രത്യേകം അനുവദനീയമല്ല. അതിൻ്റെ കുറ്റം ഈ മാസത്തിൽ ഗൗരവമുള്ളതാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹിജ്റ 1446 നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ പവിത്രമാക്കി എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ മാസത്തിൻ്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമാണ് മുഹറമെങ്കിൽ ആ മുഹറമിൽ ഒരല്പം സൂക്ഷ്മതയോടുകൂടി നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ തൻ്റെ തഫ്സീറിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ സൂറത്ത് തൗബയുടെ 36-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വകദാലിക ശഹ്റുൽ ഹറാം, പവിത്രമാക്കപ്പെട്ട മാസം അതെങ്ങനെയാണ്? തഗ്ലുദു ഫീഹിൽ ആസാം, അതിലുള്ള പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ളതാണ്. അപ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ, മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങളെപ്പോലെയല്ല ഈ മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾ. ഏത് ദിവസത്തിൽ, ഏത് സന്ദർഭത്തിൽ പാപങ്ങൾ ചെയ്താലും അത് തെറ്റാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഗൗരവമുണ്ട്, ഗൗരവമേറിയ ശിക്ഷ ലഭിക്കുന്ന പാപത്തിൻ്റെ എണ്ണത്തിൽ കൂട്ടുന്നതാണ് ഈ മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങളെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്. ഖതാദ റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്ന ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറുമി അഅ്ലമു ഖത്വഇഅതൻ വ വിസ്റാ, പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമേറിയ വമ്പിച്ചതായ പാപങ്ങളാകുന്നു. മിനദ്ദുൽമി ഫീമാ സിവാഹ, മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന അക്രമങ്ങളെക്കാൾ. വ ഇൻ കാന ദുൽമു അലാ കുല്ലി ഹാലിൻ അലീമ, എല്ലാ സമയത്ത് പാപങ്ങൾ ചെയ്താലും അത് ഗൗരവമുള്ളതിനെ വമ്പിച്ചത് തന്നെയാണ്. വലാകിന്നല്ലാഹ യുഅല്ലിമു മിൻ അംരിഹി മാ യശാ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അവൻ പവിത്രത നൽകുന്നു, അവൻ അതിന് ഗൗരവം നൽകുന്നു. അപ്പോൾ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഗൗരവം ഇതിനുണ്ട് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, വജഅല ദംബ ഫീഹിന്ന അഅളം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളിലുള്ള തെറ്റുകൾ അത് വളരെ വമ്പിച്ചതാക്കി മാറ്റി, അഥവാ അതിൻ്റെ ശിക്ഷ കഠിനമാണ്. വൽ അമല സ്വാലിഹ, എന്നാൽ ഈ മാസങ്ങളിലുള്ള സൽക്കർമ്മങ്ങളോ വൽ അജ്റ അഅളം, അതിനുള്ള പ്രതിഫലവും വമ്പിച്ചതാണ്. അപ്പോൾ ഈ മാസങ്ങളിൽ നന്മകൾ അധികരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം മറ്റുള്ള മാസങ്ങളേക്കാൾ കൂടുതലാണ്. ഈ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുമ്പോൾ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അതിൻ്റെ ശിക്ഷയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം സൂക്ഷ്മതയോടുകൂടി ഈ മാസങ്ങളിൽ അവർ ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ചേർത്തിയാണ് ഈ മാസത്തെ പറഞ്ഞത്, അല്ലെ? മുഹറം മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ചേർത്തിയാണ് പറഞ്ഞത്. ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലാകുന്നു. ഈ ഹദീസിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തത്, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് റമളാനിലാണ്. എന്നാൽ റമളാൻ കഴിഞ്ഞാൽ
ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് ഈ മുഹറം മാസത്തിലുള്ള നോമ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിൽ നോമ്പുകൾ അധികരിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകം മഹത്വം കൽപ്പിക്കപ്പെട്ട പ്രത്യേകം ഫളില് പറഞ്ഞ ഒരു നോമ്പ് ഇതിലുണ്ട്. അത് ആശുറ നോമ്പാണ്. അതോടൊപ്പം തന്നെ താസുഅ നോമ്പ് നോൽക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശുറ നോമ്പ് മുഹറം 10 നോൽക്കുകയും അടുത്ത വർഷം ഞാനുണ്ട് എങ്കിൽ മുഹറം 9 ഞാൻ നോൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാം. അത് പ്രത്യേകം ഫളില് പറയപ്പെട്ട പ്രത്യേക മഹത്വം പറയപ്പെട്ട നോമ്പാണ് ആശുറ നോമ്പ്. എന്നാൽ മൊത്തത്തിൽ നമുക്ക് റമളാനിലെ നോമ്പുകൾ കഴിഞ്ഞാൽ മഹത്തരമായ നോമ്പുകൾ അതേതിലാണ്? അത് മുഹറത്തിലെ നോമ്പുകളാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ പറ്റുന്നത്, നമ്മൾ പറഞ്ഞു ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം. അപ്പോൾ അള്ളാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്തു ചേർത്തി പറഞ്ഞു മുഹറത്തിനെ. അള്ളാഹുവിലേക്ക് ഒരു കാര്യത്തെ ചേർത്തി പറഞ്ഞാൽ അതിന് ശ്രേഷ്ഠതയുണ്ടാകും. അതിനാണ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെക്കുറിച്ച് എന്താ പറഞ്ഞ്? ബൈത്തി എന്ന് പറഞ്ഞു. വത്വഹിർ ബൈത്തി ലിത്വാഇഫീന വൽ ആകിഫീന എന്ന് പറഞ്ഞല്ലോ. അവിടെ ബൈത്തി എൻ്റെ വീട് എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ മറ്റുള്ള പള്ളികളിൽ നിന്ന് കഅബക്ക് മസ്ജിദുൽ ഹറമിന് ശ്രേഷ്ഠതയുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു. മറ്റുള്ള പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 ഇരട്ടി പ്രതിഫലം മസ്ജിദുൽ ഹറമിലെ നമസ്കാരത്തിനുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് ചേർത്ത് പറഞ്ഞതാണ് നരകത്തെക്കുറിച്ച്. നാറുല്ലാഹിൽ മൂഖദ, കത്തിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ തീയ്. അപ്പോൾ ആ തീയ് അത് നരകത്തിൻ്റെ തീയാണ്. ആ തീയ് ദുനിയാവിലുള്ള തീയിനേക്കാൾ ഒരല്പം ഗൗരവമുള്ളതാണ്. എന്താണ് അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 69 ഇരട്ടി ചൂടുണ്ട് അവിടുത്തെ തീയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുലേക്ക് ചേർത്ത് ഒരു ഒട്ടകത്തെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഒട്ടകം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക നാഖത്തല്ലാഹി വസുഖിയാഹ, അള്ളാഹുവിൻ്റെ ഒട്ടകം. അപ്പോൾ അത് മറ്റുള്ള ഒട്ടകങ്ങളെ പോലെയല്ല, അതിനൊരു പവിത്രതയുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുലേക്ക് ചേർത്ത് റസൂലിനെ പറഞ്ഞു റസൂലുല്ലാ, അള്ളാഹുവിൻ്റെ റസൂൽ. അങ്ങനെ അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അതിൻ്റേതായ ഒരു മഹത്വം ഉണ്ടായിരിക്കും. ഇവിടെ അള്ളാഹുലേക്ക് ചേർത്തിട്ടാണ് അള്ളാഹു മുഹറത്തിനെ പറഞ്ഞു. മറ്റൊരു മാസത്തെയും അള്ളാഹുലേക്ക് ചേർത്തല്ല പറഞ്ഞിട്ടില്ല. അത് മുഹറത്തിന് മാത്രമാണ് പറഞ്ഞത്. അത് മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതയും പവിത്രതയും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ മാസത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക. മുശ്രിക്കീങ്ങൾ പോലും ജാഹിലിയത്തിൽ ഈ മാസത്തിന് പവിത്രത കൽപ്പിച്ചിരുന്നു. പവിത്രമാക്കപ്പെട്ട മാസങ്ങൾക്ക് അവർ പവിത്രത കൽപ്പിച്ചിരുന്നു. അവർ ആ മാസങ്ങളിൽ അക്രമം ചെയ്തിരുന്നില്ല. അവർ ആ മാസങ്ങളിൽ യുദ്ധം ചെയ്തിരുന്നില്ല. മുശ്രിക്കീങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലെ മക്ക മുശ്രിക്കീങ്ങൾ, അവർ ചരിത്രം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഖുറൈശികൾ, അറബികൾ, അവരെല്ലാം അവരുടെ ഗോത്രങ്ങൾക്ക് വളരെയധികം മഹത്വം കൽപ്പിച്ചിരുന്നു. അതുപോലെ തങ്ങളുടെ ഉപ്പമാരിലേക്ക് വല്യപ്പമാരിലേക്കൊക്കെ ചേർത്തി പറയുന്നത് അവർ മഹത്വമുള്ള വളരെയധികം ശ്രേഷ്ഠതയുള്ളൊരു കാര്യമായിട്ട് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ, തങ്ങളുടെ ഉപ്പമാരെ അല്ലെങ്കിൽ തങ്ങളുടെ ഗോത്രത്തിലെ ഒരാളെ, തങ്ങളുടെ കുടുംബക്കാരനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ തിരിച്ചുപദ്രവിക്കുക, അവരോട് പ്രതികാരം ചെയ്യുക എന്നൊക്കെയുള്ളത് വലിയ ഒരു കാര്യമായിട്ടായിരുന്നു അറബികൾ കണ്ടിരുന്നത്. എന്നാൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഉപദ്രവിച്ചു, ആ മനുഷ്യനെ ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിലാണ് അവർ കണ്ടെത്തിയത് എങ്കിൽ പോലും ആ മാസങ്ങളിൽ അവർ ഉപദ്രവിക്കുമായിരുന്നില്ല. മുഹറം കഴിയട്ടെ, നിന്നെ കാണിച്ചു തരാം എന്ന രൂപത്തിൽ ആ മാസങ്ങളിൽ അവരെ വിടുമായിരുന്നു, അവരെ ഉപദ്രവിക്കുമായിരുന്നില്ല, പ്രതികാരം ചെയ്യുമായിരുന്നില്ല, രക്തം ചിന്തുമായിരുന്നില്ല എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കാണാം. അപ്പോൾ മുശ്രിക്കീങ്ങൾ പോലും ജാഹിലിയ കാലഘട്ടത്തിൽ ഈ മാസങ്ങൾക്ക് പവിത്രത കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഈ മുഹറം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ചരിത്രപരമായ ഒരുപാട് സംഭവങ്ങൾ ഈ മാസത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനെയും ബനു ഇസ്രായേലുകാരെയും രക്ഷപ്പെടുത്തിയത് ഫിർഔൻ്റെ ശല്യത്തിൽ നിന്നും അവൻ്റെ ഷർറുകളിൽ നിന്നും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. മുഹറം 10 ഫിർഔനെയും സംഘത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി നശിപ്പിച്ചത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് മുഹറം മാസത്തിലാണ്. ഹിജ്റ പോയതല്ല, ഹിജ്റക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ, അത് പുറപ്പെടാൻ ആവശ്യമായ ഒരുക്കങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയത് ഈ മാസത്തിലാണ് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ സൂചിപ്പിച്ചത് മുഹറം മാസത്തിൻ്റെ പവിത്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, മുഹറം മാസത്തെ ചില ആളുകൾ
അതിനെ പവിത്രമുള്ള ആ മാസത്തെ അതിനെ നശിപ്പിക്കുവാനും അതുപോലെ തന്നെ അതിനെ വികൃതമാക്കുവാനും ആ മാസങ്ങളിൽ ചില ദിവസങ്ങളെല്ലാം മോശമായതാണ് എന്ന് പറയുവാനും ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഒരു മാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലെ നോമ്പുകൾക്ക് ശ്രേഷ്ഠത കൽപ്പിച്ച അങ്ങനെയുള്ള ഒരു മാസത്തെ ചില ആളുകൾ മനഃപൂർവ്വം ആ മാസത്തെ വികൃതമാക്കുവാനും ആ മാസത്തിലെ ചില ദിവസങ്ങൾ ദോഷമുള്ളതായി കാണുവാനും നഹസുള്ളതായി കണക്കാക്കുവാനും ചില ദിവസങ്ങളിൽ ചിലതൊന്നും ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മാസത്തിലെ ദിവസങ്ങളെ അവർ ശകുനപ്പിഴയുള്ളതായിട്ട് കണക്ക് കൂട്ടുന്നു. പ്രത്യേകിച്ച് മുഹറമിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മുഹറം 10-ൻ്റെ അന്ന് അതൊക്കെ പ്രത്യേകം നഹസുള്ള ദിവസമായിട്ട് അവർ കണക്ക് കൂട്ടുന്നു. ഇസ്ലാമിക സംഘടനകളിൽപ്പെട്ട പല വിഭാഗങ്ങളും പല സംഘടനകളും അവരുടെ കലണ്ടറിൽ പോലും അവർ ഈ ദിവസങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തി ഈ ദിവസങ്ങളിൽ നഹസാണ്, അതുകൊണ്ട് ഇന്ന ദിവസങ്ങളിൽ ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കലണ്ടറിൽ പോലും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. നഹസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമുക്ക് മലയാളത്തിൽ ദോഷം അല്ലെങ്കിൽ ശകുനപ്പിഴ അല്ലെങ്കിൽ മോശമായത് എന്നൊക്കെ അതിന് മലയാളത്തിൽ അർത്ഥം പറയാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്ന് ഇസ്ലാമിലുണ്ടോ? നഹ്സ് എന്നൊന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിലുണ്ടോ? ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ. നഹ്സ് എന്നത് ജൂതന്മാർ കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി പറഞ്ഞതായി കൊണ്ട് കാണാം, അത് ജൂതന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ്. പിന്നീട് ആ ജൂതന്മാരുടെ സുന്നത്തിൽ നിന്നും അത് കടമെടുത്തത് ഷിയാക്കളായിരുന്നു, അഥവാ റാഫിളിയാക്കൾ. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികളിൽ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും കൂടുതൽ പിഴച്ചുപോയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ അങ്ങേയറ്റം ചീത്ത പറയുന്ന, മോശമായി സംസാരിക്കുന്ന വിഭാഗമാണ് റാഫിളിയാക്കൾ, ഷിയാക്കൾ. അവരുടെ അടുക്കൽ 4-5 സ്വഹാബത്ത് മാത്രമാണ് യഥാർത്ഥ മാർഗത്തിലുള്ളത്. ബാക്കിയുള്ള സ്വഹാബത്തിനെയെല്ലാം അവർ ലഅനത്ത് ചൊല്ലി ശാപമുള്ളതാക്കി അവർ ബാക്കിയുള്ള സ്വഹാബത്തെല്ലാം നശിച്ചു പോയതാണ്, അവർ യഥാർത്ഥ മാർഗത്തിലല്ല എന്ന് പറയുന്നവരാണ് റാഫിളിയാക്കൾ, ഷിയാക്കൾ. ഇസ്ലാമിലേക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടുവന്നത് ഈ ഷിയാക്കളാണ്. ഖബർ കെട്ടിപ്പൊക്കി അതിൻ്റെ അടുത്ത് പോയി സുജൂദ് ചെയ്ത് അതിനുള്ള ആളോട് പ്രാർത്ഥിക്കുന്ന ഈ സമ്പ്രദായങ്ങളെല്ലാം കൊണ്ടുവന്നത് ഈ ഷിയാക്കളാണ്. അതുപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവർ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഷിയാക്കൾ ഈ ജൂതന്മാരിൽ നിന്ന് ഈ നഹ്സിൻ്റെ ഒരാശയം അവർ കടമെടുത്തു. പിന്നീട് അത് സൂഫികളും അത് ത്വരീഖത്തുകാരുമെല്ലാം കടമെടുത്ത് അത് ഏറ്റെടുത്ത് അവരതിൻ്റെ പ്രചാരകന്മാരായി മാറി ഇന്ന് നമ്മുടെ നാടുകളിൽ ഇത് വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പല സംഘടനകളുടെയും കലണ്ടറുകളിൽ പോലും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നഹ്സാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ പുതിയൊരു വീടിരിക്കാൻ പാടുകയില്ല. അതുപോലെ തന്നെ കല്യാണങ്ങൾ നടത്താൻ പാടുകയില്ല. പുതിയൊരു കച്ചവടം തുടങ്ങാൻ പാടുകയില്ല. ഒരു സ്ഥലത്തേക്ക് ആ ദിവസങ്ങളിൽ യാത്ര പോകാൻ പാടുള്ളതല്ല. ഈ രൂപത്തിൽ നല്ലതായി നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം ആ ദിവസത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അതെല്ലാം ആ ദിവസത്തിൽ ചെയ്താൽ അതിനൊരു ബർക്കത്ത് ലഭിക്കുകയില്ല, അതിലെന്തോ ഒരു ദോഷം വരാനിരിക്കുന്നുണ്ട്, അതിൽ ചില പ്രശ്നങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളോട് മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയം, ഇസ്ലാമിൽ ഒരു ദിവസത്തിനും ഒരു മാസത്തിനും ഒരു വർഷത്തിനും ഇസ്ലാമിൽ എന്തില്ല? ഈ രൂപത്തിലുള്ള ശകുനപ്പിഴയില്ല. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എല്ലാ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും അതിനെല്ലാം നമ്മൾ പറഞ്ഞല്ലോ, അതിനെല്ലാം അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. ചിലതിനേക്കാൾ മഹത്വങ്ങൾ കൂടുതലുണ്ട്. എന്നാൽ ഒന്നിനും ഒരു ശകുനപ്പിഴയുള്ളതായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ചില ആളുകൾ പറയും ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്, ചൊവ്വാദോഷമുണ്ടാകും. അല്ലെങ്കിൽ ഇന്ന് എല്ലാ മാസങ്ങളിലെയും അവസാനത്തെ ബുധനാഴ്ച അത് പ്രത്യേകം ശകുനമുള്ള സമയമാണ്, ദിവസമാണ്, അതുകൊണ്ട് ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കാണാം. അതെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നാൽ മാത്രമേ അത് ദീനിൽ ഉള്ളതായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസം മുഴുവൻ പവിത്രമാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തിലെ നോമ്പിനാണ് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്നും പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ആ ദിവസങ്ങൾ അല്ലാഹു പറഞ്ഞതുപോലെയല്ല അല്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞതുപോലെയല്ല, അത് ശരിയല്ല, ആ ദിവസങ്ങൾ പവിത്രമുള്ളതല്ല, അത് ദോഷമായതാണ് എന്നൊക്കെ പറയുവാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക? യഥാർത്ഥത്തിൽ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമായിരുന്നില്ലേ അത്?
ശകുനപ്പിഴ നോക്കുക എന്നുള്ളത് മുശ്രിക്കീങ്ങളുടെ വിശ്വാസമല്ലേ? സൂറത്തു യാസീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നില്ലേ? അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല 2 പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്നാൽ ആ പ്രവാചകന്മാരെ ആ നാട്ടുകാർ കളവാക്കി. ഫഅസ്സസ്നാ ബിസാലിസിൻ, അപ്പം 3-ാമനെ കൊണ്ട് നാം അവർക്ക് ശക്തി നൽകി. അങ്ങനെ അവർ ദഅവത്ത് നടത്തി. ആ ദഅവത്ത് നടത്തുന്ന സമയത്ത് ആ നാട്ടുകാരെന്താണ് ആ പ്രവാചകന്മാരോട് പറഞ്ഞത്? ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളിൽ ശകുനപ്പിഴ കാണുന്നു. കണ്ടോ, മുശ്രിക്കീങ്ങളായ ആളുകൾ പ്രവാചകന്മാരോട് പറഞ്ഞതാണ്, ഞങ്ങൾ നിങ്ങളിൽ ശകുനപ്പിഴ കാണുന്നു, നിങ്ങൾക്ക് എന്തോ ഒരു ശകുനപ്പിഴയുള്ളതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞ മറുപടി എന്താ? ഖാലു ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ കൂടെ തന്നെയാണ്. അഥവാ ശകുനപ്പിഴ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായതല്ല, അതൊരു വ്യക്തിയുടെ കർമ്മങ്ങളിലൂടെ അവൻ നേടിയെടുക്കുന്നതാണ്. അതല്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയിൽ ശകുനപ്പിഴയുള്ളതായിക്കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ശകുനപ്പിഴയുള്ളതായിക്കൊണ്ടോ, ഒരു മാസത്തിൽ ശകുനപ്പിഴയുള്ളതായിക്കൊണ്ടോ ഒന്നും നമുക്ക് കണക്കാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പറയാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങൾ അവർ ചില പക്ഷികളിൽ ശകുനപ്പിഴ കാണുമായിരുന്നു. ചില പക്ഷികൾ, ആ പക്ഷികൾ അത് പടിഞ്ഞാറേ ഭാഗത്തേക്ക് പറന്നാൽ അവർക്ക് അവരുടെ യാത്രയാണോ അല്ലെങ്കിൽ അവരുടെ എന്താണ് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് ഹൈറായിട്ട് അവർ കാണുമായിരുന്നു. എന്നാൽ കിഴക്കേ ഭാഗത്തേക്ക് അത് പറന്നാൽ അവരതിലൊരു ഷെറ് കാണുമായിരുന്നു. അപ്പോൾ ഒരു യാത്ര പുറപ്പെടാൻ നേരത്തെ ആ പക്ഷിയെ നോക്കും. ആ പക്ഷി പടിഞ്ഞാറേ ഭാഗത്തേക്കാണോ പറഞ്ഞത്, അവർക്കത് അവരുടെ വിശ്വാസപ്രകാരം അതിലൊരു ശകുനപ്പിഴയില്ല, ആ യാത്ര ഹൈറാണ്, യാത്ര പുറപ്പെടാം. എന്നാൽ പക്ഷി കിഴക്കേ ഭാഗത്തേക്കാണോ പറഞ്ഞത്, അവർ വിശ്വസിക്കുന്നു അതിൽ ശകുനപ്പിഴയുണ്ട്, അതിലെന്തോ ഒരു ദോഷമുണ്ട്, ഒരു ബുദ്ധിമുട്ട് വരാനുണ്ട്, അതുകൊണ്ട് യാത്ര പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു വരാറുണ്ട്. ഇതേ വിശ്വാസമല്ലേ ഇന്ന് മുസ്ലിമീങ്ങൾ കടമെടുത്തിട്ടുള്ളത്? അതുപോലെ തന്നെ ചില ആളുകൾ അവർക്ക് ദിവസത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർ പറയും, ഇന്ന് ആരെയാണ് രാവിലെ കണി കണ്ടത്, ഇന്ന് ആരെയാണാവോ കണി കണ്ടത്, ഇന്ന് ആരുടെ ശബ്ദമാണോ ആദ്യം കേട്ടത്, പുറത്തേക്കിറങ്ങുമ്പോൾ ആദ്യം ചൂലാണ് കണ്ടത്, അതുപോലെ തന്നെ പിറകിൽ നിന്ന് വിളിക്കുന്നു, അങ്ങനെ വിളിക്കല്ലേ. അതുപോലെ തന്നെ പുറത്തേക്കിറങ്ങുമ്പോൾ കറുത്ത പൂച്ചയെ കണ്ടാൽ, കോഴിയൊന്ന് മുന്നിലൂടെ പറന്നു പോയാൽ, ഇതെല്ലാം ശകുനമുള്ളതായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞതുപോലെ ഇസ്ലാമിൽ അങ്ങനെ ഒരു ശകുനപ്പിഴയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ശകുനപ്പിഴ, അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി കൊണ്ടാണ് എതിർത്തത്. അത് ശിർക്കാണ് എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശകുനപ്പിഴ നോക്കലിൽ പലതും ശിർക്കാണ് എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ് അത്. അതുമാത്രമല്ല, നമ്മൾ ഈ രൂപത്തിൽ ഒരു ദിവസത്തെ ശപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന ദിവസം അത് ശകുനപ്പിഴയുള്ളതാണ്, ഇത് ദോഷമായ ദിവസമാണ്, അതൊന്നിനും കൊള്ളാത്ത ദിവസമാണ് എന്ന് പറയുമ്പോൾ അത് എത്ര ഗൗരവമുള്ളതാണ് നിങ്ങളറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹ്റ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, നിങ്ങൾ കാലത്തെ പഴിക്കരുത്. മോശമായ ഒരു കാലം, ഒരു ഗതിയുമില്ലാത്ത കാലം, ശകുനപ്പിഴയുള്ള ദോഷമുള്ള ബർക്കത്തില്ലാത്തൊരു കാലം എന്ന് നിങ്ങൾ കാലത്തെ ശപിക്കരുത്. ഫ ഇന്നല്ലാഹ ഹുവദ്ദഹ്ർ, കാരണം അള്ളാഹു അവനാകുന്നു കാലം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് കാലത്തെ നിശ്ചയിക്കുന്നതും കാലത്തെ സൃഷ്ടിക്കുന്നതും കാലത്തെ നിയന്ത്രിക്കുന്നതും. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത്, ഖാലല്ലാഹു അസ്സ വജല്ല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യുഅ്ദീനി ഇബ്നു ആദം, ആദമിൻ്റെ പുത്രൻ എന്നെ വേദനിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പറയാണ്, ആദമിൻ്റെ പുത്രൻ എന്നെ വേദനിപ്പിക്കുന്നു. എന്താണ്? യസുബ്ബുദ്ദഹ്റ, അവൻ കാലത്തെ ചീത്ത പറയുന്നു. വ അനദ്ദഹ്ർ, അള്ളാഹ് പറയാണ്, ഞാനാണ് കാലം. ബിയദിൽ അംർ, എൻ്റെ കൈകളിലാണ് കാര്യങ്ങളെല്ലാം ഉള്ളത്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചീത്ത പറയുന്നത് പോലെയാണ് നമ്മൾ കാലത്തെ പഴിക്കുമ്പോൾ, കാലത്തിന് ശകുനപ്പിഴയുള്ളതായി കാണുമ്പോൾ, കാലത്തിന് ദോഷമുള്ളതായി കാണുമ്പോൾ സംഭവിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം സൂചിപ്പിച്ചത് ഹിജറ 1446 എന്ന ഒരു പുതിയ വർഷത്തിലേക്ക്, മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മാസങ്ങളിൽ, ഈ ഒരു വർഷത്തിൽ നമുക്ക് എന്തെല്ലാം നന്മകൾ അധികരിപ്പിക്കാൻ സാധിക്കും, പൂർണ്ണമായി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും എന്നുള്ള കൃത്യമായ ഒരു പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കുകയും അതിനടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമായതിനാൽ ഈ മാസത്തിൽ പൂർണ്ണമായി തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും കഴിവിൻ്റെ അത്ര നന്മകൾ
നന്മകളിൽ മുന്നേറുവാനും നമ്മൾ ശ്രമിക്കുക. നമ്മൾ സൂചിപ്പിച്ചതുപോലെ നഹ്സ് എന്നൊന്ന് ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസം, ആ മാസത്തിലെ എല്ലാ ദിവസങ്ങളും അത് ഖൈറ് തന്നെയാണ്, അത് ബർക്കത്തുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ തന്നെ നമ്മളതിനെ നോക്കിക്കാണുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും ഹക്കിൻ്റെ ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൻ്റെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.